भारत माता की, भारत माता की, भारत माता की। अखिल केरला धीवरा सभा के सीनियर वाइस प्रेसिडेंट श्री पुंदुरा श्री कुमार जी, जनरल सेक्रेटरी श्री वी दिनाकरन जी, बीजेपी स्टेट प्रेसिडेंट श्री राजीव चंद्रशेखर जी, धीवरा सभा के प्रेसिडेंट श्री एम.बी. वारिजाक्षण जी, केंद्र सरकार में मेरे सहयोगी श्री जॉर्ज कुरियन जी, सभी जनप्रतिनिधिगण, धीवरा सभा के अन्य सम्मानित सदस्यगण, धीवरा महिला सभा की पदाधिकारिणीगण, अन्य सभी संगठनों के साथी और भाइयों एवं बहनों, कडलिंडे मकलक्क नमस्कारम। आज हम सभी एक ऐतिहासिक अवसर के साक्षी बन रहे हैं। अखिल केरला धीवरा सभा आज अपनी 50th एनिवर्सरी मना रही है। पिछले 50 ईयर्स से ये संगठन फिशरमैन समुदाय के अधिकारों की रक्षा के लिए निरंतर काम कर रहा है। 50 ईयर्स की इस यात्रा में आपका परिश्रम जुड़ा है, आपका सेवा भाव जुड़ा है। मैं इस शुभ अवसर पर केरलम के सभी फिशरमैन साथियों को, धीवरा सभा के सदस्यों को बहुत बहुत शुभकामनाएं देता हूं। ഇന്ന് നാം എല്ലാവരും ഐതിഹാസികമായ ഒരു പരിപാടിക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. അഖില കേരള ധീവര സഭ ഇന്ന് അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. ഈ സംഘടന കഴിഞ്ഞ 50 വർഷമായി കേരളത്തിലെ മത്സ്യപ്രവർത്തക സഹോദരങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിരന്തരമായ പോരാട്ടത്തിലാണ്. 50 വർഷത്തെ നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളുടെ പ്രയത്നത്തോടൊപ്പം നിങ്ങളുടെ സേവന മനോഭാവവും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ശുഭാവസരത്തിൽ കേരളത്തിലെ മുഴുവൻ ധീവര സമുദായ അംഗങ്ങൾക്കും അഖില കേരള ധീവര സഭയുടെ കാര്യകർത്താക്കന്മാർക്കും ഞാൻ നന്മകൾ നേരുകയാണ്. एनडे सुहृदगणे, अभी आप अपने भाषण में कह रहे थे कि प्रधानमंत्री ब्लेसिंग देने के लिए आए हैं। मेरे लिए तो जनता जनार्दन ही भगवान है। मैं ब्लेसिंग लेने के लिए आया हूं। ഇപ്പോൾ നമ്മുടെ ദിനകരൻജി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, പ്രധാനമന്ത്രി ഇവിടെ എത്തിയത് നമുക്ക് അനുഗ്രഹം തരാനാണ് എന്ന്. എന്നാൽ അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളാണ് എൻ്റെ ഈശ്വരൻ, ജനതയാണ് ജനാർദ്ദനൻ. ഞാൻ നിങ്ങളിൽ നിന്നും അനുഗ്രഹം തേടാനാണ് എത്തിയിരിക്കുന്നത്. कुछ ही समय पहले जब मैं केरल में आया था तो अखिल केरला धीवरा सभा के साथियों से मेरी मुलाकात हुई। कई विषयों पर आपसे चर्चा हुई थी। इतने कम समय में ही इस महत्वपूर्ण आयोजन में मैं एक बार फिर आपके बीच उपस्थित हूं। और आज जब मैं आपके बीच आया हूं तो पूरे प्रदेश के लिए एक आनंद का भाव भी है। मेरे मलयाली भाई बहनों का लंबा इंतजार पूरा हुआ है। आप सभी की बरसों से इच्छा थी कि केरला का नाम बदलकर केरलम किया जाए।
केंद्र की हमारी बीजेपी एनडीए सरकार ने इस प्रस्ताव को मंजूरी दे दी है। मैं आप सबके चेहरों पर इसकी खुशी देख सकता हूं। भारत के इस सुंदरतम राज्य को अब मलयाली कल्चर के मुताबिक सही नाम मिला है, सही पहचान मिली है। मैं इस फैसले के लिए सभी केरलम वासियों को बहुत बहुत बधाई देता हूं। പ്രിയപ്പെട്ടവരെ, ഏതാനും നാളുകൾക്ക് മുൻപ് ഞാൻ കേരളത്തിലെത്തിയപ്പോൾ ധീവര സമുദായ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും വിവിധ വിഷയങ്ങൾ അവരുമായി ചർച്ച ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഞാനിപ്പോൾ വീണ്ടും നിങ്ങളുടെ അടുക്കലേക്ക് എത്തിയിരിക്കുന്നത്. ഈ സംസ്ഥാനം മുഴുവൻ ഒരു സന്തോഷകരമായ അവസ്ഥയിലുള്ളപ്പോഴാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മലയാളി സഹോദരങ്ങളുടെ ദീർഘകാലത്തെ പ്രതീക്ഷ ഇന്ന് സഫലമായിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കേരള എന്ന പേര് മാറി കേരളം എന്നാക്കണമെന്നുള്ള വർഷങ്ങളായുള്ള നിങ്ങളുടെ ആവശ്യം ഇന്ന് നിറവേറ്റപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാരാണ് ഈ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് എനിക്കതിൻ്റെ സന്തോഷം കാണാൻ കഴിയുന്നുണ്ട്. ഭാരതത്തിലെ മഹത്തായ സുന്ദരമായ ഈ സംസ്ഥാനത്തിന് ഇന്ന് മലയാളിയുടെ സംസ്കാരത്തിന് അനുയോജ്യമായ ഒരു പേര് കിട്ടിയിരിക്കുകയാണ്. ഈ തീരുമാനത്തിന്റെ പേരിൽ എല്ലാ കേരളം വാസികൾക്കും ഞാൻ ആശംസകൾ നേരുകയാണ്. अखिल केरला धीवरा सभा ने जीविका और जीवन के प्रगति और प्रकृति के संतुलन का उत्तम उदाहरण पेश किया है। आप सभी भारतीय दर्शन और विचारों को जीते हैं। आप सभी प्रकृति को एक ही दिव्य चैतन्य का हिस्सा बताते हैं। दुनिया जब नदियों को, पानी को, समुद्र को केवल एक संसाधन मानती है, धीवरा समाज समुद्र को अम्मा मानता है। പ്രിയപ്പെട്ടവരെ, അഖില കേരള ധീവരസഭ എന്നത് ഉപജീവനവും ജീവനവും തമ്മിലുള്ള പുരോഗതിയും സംസ്കൃതിയും തമ്മിലുള്ള സന്തുലിതമായ സമ്മേളനത്തിന്റെ ഉദാഹരണമാണ്. നിങ്ങൾ ഭാരതീയ ദർശനങ്ങളെയും ചിന്താപദ്ധതികളുടെയും സജീവമായ ഉദാഹരണമാണ്. നിങ്ങൾ ഈ പ്രകൃതിയെ ഒരേ ഒരു മഹത്തായ ദിവ്യ ചൈതന്യത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. നദികളെയും വെള്ളത്തെയും സമുദ്രത്തെയും ഒക്കെ മറ്റുള്ളവർ വെറും വിഭവങ്ങളായി കാണുമ്പോൾ ധീവര സമൂഹം അവയെ അമ്മയായാണ് കണക്കാക്കുന്നത്. समुद्र की रक्षा की कामना, उसके लिए श्री कुरुम्बा देवी की पूजा, श्री कुरुम्बा मंदिरों के संरक्षण के लिए आपके प्रयास, ये दिखाता है कि भारत सदियों से प्रकृति और पर्यावरण के लिए कितना संवेदनशील रहा है। आप अपनी परंपरा को भगवान व्यास से भी जोड़ते हैं, यानी आपकी परंपरा भारत के इतिहास का अहम हिस्सा है। इस धरती के महान गौरव को संजो कर रखने के लिए मैं आप सबकी हृदय से बहुत बहुत सराहना करता हूं. സമുദ്രത്തെ സംരക്ഷിക്കണമെന്ന ആഗ്രഹം, അതിനായി കുറുംബദേവിയുടെ പൂജ, ശ്രീ കുറുംബക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങൾ നടത്തുന്ന പ്രയത്നം, ഇവയൊക്കെ പ്രകൃതിയെയും ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കാൻ ഭാരതം നൂറ്റാണ്ടുകളായി നടത്തിവരുന്ന ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ പൈതൃകത്തെ ഭഗവാൻ വേദവ്യാസനുമായാണ് ചേർത്ത് വെക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ പാരമ്പര്യം എന്നത് ഭാരതത്തിന്റെ ഇതിഹാസത്തിന്റെ ഭാഗം തന്നെയാണ്. ഈ മണ്ണിനെ മഹത്വമുള്ളതായി കരുതി സംരക്ഷിക്കുന്നതിന് നിങ്ങളേവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്റെ സുഹൃത്തുക്കളെ, कोची केरलम के इतिहास में
सामाजिक परिवर्तनम की पवित्र भूमि रही। पंडित करुप्पन के नेतृत्व में यहीं से सम्मान और समानता की आवाजें उठी थी। उस जज्बे को अखिल केरला धीवरा सभा ने आज भी जीवंत बना रखा है। मैं इस अवसर पर माता अमृतानंदमयी जी को भी नमन करूंगा। उनका जीवन निस्वार्थ सेवा का एक अद्भुत उदाहरण है। उनका मुझ पर जो स्नेह रहा है वो मेरा बहुत बड़ा सौभाग्य है। സുഹൃത്തുക്കളെ, കേരളത്തിന്റെ ചരിത്രത്തില് കൊച്ചി എന്നുള്ളത് സാമൂഹ്യ പരിവർത്തനത്തിന്റെ മണ്ണായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ മണ്ണിൽ നിന്നാണ് പണ്ഡിറ്റ് കരുപ്പൻ സ്വാഭിമാന ബോധത്തിന്റെ അവകാശ പോരാട്ടത്തിന്റെ ഒക്കെ ശബ്ദമുയർത്തിയത്. അതേ വികാരമാണ് ഇന്നും സജീവമായി ധീവരസഭ നിലനിർത്തുന്നത്. ഈ അവസരത്തിൽ ഞാൻ ലോകാരാധ്യയായ മാതാ അമൃതാനന്ദമയി ദേവിയെ ഞാൻ നമസ്കരിക്കുകയാണ്. അമ്മയുടെ ജീവിതം എന്നുള്ളത് നിസ്വാർത്ഥ സേവനത്തിന്റെ അത്ഭുതകരമായ ഉദാഹരണമാണ്. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളൊന്നായി ഞാൻ കരുതുകയാണ്. एनडे सूरतगढ़े आज अखिल केरला धीवरा सभा के 50 वर्ष का ये अवसर हमें उसके महान कार्यों को याद करने का भी मौका देता है। राष्ट्रीय चेतना से जुड़े हर विषय पर आपने आगे आकर जिम्मेदारी संभाली। भारत की समुद्री सीमा की रक्षा में आपकी कम्युनिटी पहली पंक्ति की प्रहर बनकर के खड़ी रही। राम जन्मभूमि आंदोलन में इस समुदाय की सक्रिय भागीदारी रही है। सामाजिक समरसता को आगे बढ़ाने में अखिल केरला धीवरा सभा ने बहुत महत्वपूर्ण योगदान दिया है। ധീവരസഭയുടെ സുവർണ ജൂബിലി വർഷം എന്നുള്ളത് സഭയുടെ മഹത്തായ പ്രവർത്തനങ്ങളെ ഓർമ്മിക്കാനുള്ള അവസരം കൂടിയാണ്. രാഷ്ട്രത്തിന്റെ ചേതന സംരക്ഷിക്കേണ്ട അവസരങ്ങളിലെല്ലാം നിങ്ങൾ മുന്നോട്ട് വന്ന് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ഭാരതത്തിന്റെ സമുദ്രാതിർത്തികൾ സംരക്ഷിക്കാൻ ഈ സമൂഹം എന്നും മുൻപന്തിയിൽ നിന്നിരുന്നു. മുന്നണി പോരാളികളായി തന്നെ നിലനിന്നിരുന്നു. രാം ജന്മഭൂമി പ്രക്ഷോഭ സമയത്തും ഈ സമുദായം വളരെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. സാമൂഹ്യ സന്തുലിതാവസ്ഥ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും अखिल केरला धीवरसभा നടത്തുന്ന ശ്രമം നിസ്തുലമാണ്, മഹത്തരമാണ്. एनडे सूरतगढ़े केरलम में आई विनाशकारी बाढ़ के समय भी पूरे देश ने आपकी सेवा भावनाओं को बहुत करीबी से देखा है। जब राज्य अभूतपूर्व संकट का सामना कर रहा था तब हमारे इस समाज के लोगों ने मोर्चा संभाला था। वो तस्वीरें कोई नहीं भूल सकता जब आपने अपनी नावों को जोखिम में डालकर फंसे हुए परिवारों को बचाया, जरूरतमंदों तक सामान पहुंचाया। इसी भावना के कारण आज पूरा देश फिशरमैन समुदाय के साहस, सेवा और समर्पण को सम्मान के साथ याद करता है. കേരളത്തില് വൻ പ്രളയമുണ്ടായപ്പോൾ ഈ സമുദായത്തിന്റെ സേവന മനോഭാവം ലോകം മുഴുവൻ അടുത്തുനിന്ന് കണ്ടതാണ്. ഈ നാട് എപ്പോഴൊക്കെ ദുരന്തത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിനെ അതിജീവിക്കാനുള്ള പ്രവർത്തനം ഈ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. ആ ചിത്രമൊന്നും ഒരിക്കലും ഒരാളും മറക്കില്ല. പ്രളയ സമയത്ത് നിങ്ങൾ ജീവൻ പണയപ്പെടുത്തി വള്ളമിറക്കി നിരവധി കുടുംബങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് സാധനങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഇവയൊന്നും ആരും മറക്കില്ല. ഈ കാരണങ്ങളാലെല്ലാം തന്നെ ധീവര സമുദായത്തിന്റെ ധീരതയും സമർപ്പണ മനോഭാവവും നന്ദിയോടെ ഈ രാജ്യം ഓർക്കുകയാണ്. एनडे सूरतगढ़े हमारी फिशरमैन कम्युनिटी की मेहनत, उनकी क्षमता देश की अर्थव्यवस्था को नई गति देने की ताकत रखती है। लेकिन दशकों तक इस बड़े वर्ग की उपेक्षा होती रही। आपके श्रम के साथ
पिछली सरकारों ने कभी न्याय नहीं किया, लेकिन अब बीजेपी एनडीए सरकार आपके असीम सामर्थ्य को मान देते हुए आगे बढ़ रही है। പ്രിയപ്പെട്ടവരെ, നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികളുടെ അധ്വാനവും കാര്യക്ഷമതയും നാടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ദിശാബോധവും ശക്തിയും നൽകുന്നുണ്ട്. എന്നാൽ വർഷങ്ങളായി ഈ സമൂഹത്തിന് അവഗണന മാത്രമാണ് തിരികെ കിട്ടിയത്. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അർഹമായ പരിഗണന കഴിഞ്ഞ സർക്കാരുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻഡിഎ സർക്കാരാണ് നിങ്ങളുടെ സമാനതകളില്ലാത്ത കഴിവിന് അംഗീകാരം നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. हमारी सरकार ने फिशरमैन कम्युनिटी के सामर्थ्य को ब्लू इकोनॉमी के असीम पोटेंशियल की दृष्टि से देखा है। ये बीजेपी एनडीए सरकार ही है जिसने फिशरमैन के हितों के लिए अलग मंत्रालय का गठन किया। हमने फिशरमैन समुदाय को विकास की मुख्य धारा में लाने के लिए कई महत्वपूर्ण कदम उठाए। प्रधानमंत्री मत्स्य संपदा योजना के तहत केरलम के लिए अराउंड 1,400 करोड़ रुपए का प्रावधान किया गया है। इससे फिशरीज में केरलम तेजी से आगे बढ़ रहा है. ഈ സർക്കാർ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ കഴിവിനെ നമ്മളുടെ സമുദ്രത്തിന്റെ സമ്പദ്ഘടനയായ ബ്ലൂ ഇക്കോണമിയുടെ അനന്തമായ സാധ്യതയായാണ് കാണുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാരാണ് മത്സ്യത്തൊഴിലാളികളുടെ നന്മയ്ക്കായി ഒരു പ്രത്യേക മന്ത്രാലയം തന്നെ രൂപീകരിച്ചത്. മത്സ്യത്തൊഴിലാളികളെ വികസനത്തിന്റെ മുൻപന്തിയിലെത്തിക്കാൻ നിരവധി പദ്ധതികളാണ് ഈ സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതിയിൽ കേരളത്തിനു മാത്രം 1400 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. ഇതുമൂലമാണ് കേരളത്തിന്റെ മത്സ്യമേഖല വേഗം വളരുന്നത്. यहाँ फिशरमैन समाज को मजबूत करने के लिए कई लेवल पर काम हो रहा है. फिशरमैन कोऑपरेटिव सोसाइटी और फिशरीज फार्मर प्रोड्यूसर ऑर्गेनाइजेशंस, उसको लाखों करोड़ रुपए का फंड भी दिया जा रहा है. हम ये भी चाहते हैं कि फिशरमैन समाज के युवा ब्लू इकोनॉमी को लीड करें, एक्सपोर्ट जैसे क्षेत्रों में आगे बढ़े. इसलिए क्रेडिट गारंटी सिस्टम के माध्यम से युवाओं को आगे बढ़ने के लिए प्रोत्साहित किया जा रहा है. പ്രിയപ്പെട്ടവരെ, മത്സ്യത്തൊഴിലാളികളെ ശാക്തീകരിക്കാൻ വിവിധ തലത്തിലുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. മത്സ്യപ്രവർത്തക സഹകരണ സൊസൈറ്റികൾ, മത്സ്യപ്രവർത്തക ഫാമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്നിവ വഴി ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവഴിക്കപ്പെടുന്നത്. ഇവയുടെ പ്രവർത്തനത്തിനായി ലക്ഷക്കണക്കിന് രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. മത്സ്യപ്രവർത്തക സമൂഹത്തിലെ യുവാക്കൾ ബ്ലൂ ഇക്കോണമിയെ നയിച്ച് മത്സ്യ കയറ്റുമതി മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനായി മത്സ്യമേഖലയിലുള്ള യുവാക്കൾക്ക് സർക്കാർ ഗ്യാരണ്ടിയിൽ വായ്പ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. एनडीए सूरतगढ़े आज टेक्नोलॉजी भी फिशरमैन समुदाय की ताकत बन रही है. इसी सोच के साथ नेशनल फिशरीज डिजिटल प्लेटफॉर्म शुरू किया गया है. इससे मछुआरे, नाव मालिक और एक्सपोर्टर्स एक ही प्लेटफॉर्म पर रजिस्ट्रेशन कर सकते हैं. उन्हें योजनाओं का लाभ मिलने में अब और आसानी हो गई है. ഇത് സാങ്കേതിക വിദ്യയും മത്സ്യത്തൊഴിലാളികളുടെ ശാക്തീകരണത്തിനായി ഉപയോഗിക്കപ്പെടുകയാണ്. ഇതിനായി ദേശീയ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ട്. ഇതുവഴി മത്സ്യത്തൊഴിലാളികൾ, ബോട്ടുടമകൾ, കയറ്റുമതിക്കാർ എന്നിവരെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ എത്തിച്ച് ഒറ്റ ശൃംഖലയിൽ കോർത്തിണക്കി അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നുണ്ട്. അവരവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതുമൂലം വിവിധ പദ്ധതികളുടെ സഹായം കിട്ടുന്നത് കൂടുതൽ എളുപ്പമായി മാറിയിരിക്കുന്നു. एनडीए सूरतगढ़ समुद्र में जाने वाले मछुआरों की सुरक्षा भी हमारे लिए बहुत महत्वपूर्ण है. पहले हमारे मछुआरे भाई बहन खुले समुद्र में जाते थे तो घर वाले उनके वापस आने तक चिंता और डर में डूबे रहते थे, क्योंकि समंदर में मौसम को लेकर आशंकाएं बनी रहती थी.
लेकिन अब ऐसा नहीं है। हमने सैटेलाइट के जरिए समंदर में मछुआरे भाई बहनों की सुरक्षा को बढ़ाया है। केरलम की बोट्स के लिए अराउंड 7,000 सैटेलाइट आधारित ट्रांसपोंडर्स भी दिए गए हैं। इनमें से 4,500 से अधिक ट्रांसपोंडर स्थापित किए जा चुके हैं। इससे समुद्र में आने वाली फिशरमैन എന്നാൽ സാഹചര്യങ്ങൾ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രം മത്സ്യബന്ധന 7,000-ഓളം മത്സ്യബന്ധന ബോട്ടുകളിലേക്കാണ് ഉപഗ്രഹാധിഷ്ഠിതമായ ട്രാൻസ്പോണ്ടറുകൾ വിതരണം ചെയ്തത്. ഇതിൽ 4,500-ഓളം ട്രാൻസ്പോണ്ടറുകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുമുണ്ട്. ഇതുമൂലം മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് മുൻഗണനയും പ്രാധാന്യവും കിട്ടുന്നുണ്ട്. सूरजगढ़ हमें फिशरीज की नई संभावनाओं को साकार करना है और फिशरमैन कम्युनिटी के जीवन को भी बेहतर बनाना है। इसके लिए कोस्टल इंफ्रास्ट्रक्चर को मजबूत करने पर विशेष ध्यान दिया जा रहा है। प्रधानमंत्री मत्स्य संपदा योजना के तहत 9 इंटीग्रेटेड मॉडर्न कोस्टल फिशिंग विलेजेस विकसित किए जा रहे हैं। പ്രിയപ്പെട്ടവരെ, നമുക്ക് മത്സ്യബന്ധന മേഖലയിലെ പുതിയ അവസരങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ജീവിതവും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്, ജീവനും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനായി തീരദേശ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധയാണ് നൽകുന്നത്. ഇന്ന് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴി 9 ആധുനിക സംയോജിത മത്സ്യബന്ധന ഗ്രാമങ്ങൾ വികസിപ്പിച്ചു വരുന്നുണ്ട്. एनडीए सरकार में फिशिंग हार्बर्स को भी आधुनिक बनाया जा रहा है। मुथलपोजी हार्बर को 177 करोड़ रुपीस की लागत से अपग्रेड किया गया है। इसके अलावा 6 हार्बर्स को ड्रेजिंग के माध्यम से बेहतर बनाया जा रहा है। पिछले 5 इयर्स में 16 आइस प्लांट और कोल्ड स्टोरेज की स्थापना को भी मंजूरी दी गई है। എൻഡിഎ സർക്കാർ മത്സ്യബന്ധന തുറമുഖങ്ങളും ആധുനികവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ മുതലപ്പൊഴി ഹാർബറിന്റെ നവീകരണത്തിനായി മാത്രം 177 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചെലവഴിച്ചത്. ഇതിനു പുറമെ മറ്റ് 6 ഹാർബറുകൾ കൂടി ഡ്രഡ്ജിംഗ് നടത്തി കാര്യക്ഷമമാക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ 16 ഐസ് പ്ലാന്റുകളും ശീതീകരണികളും സ്ഥാപിക്കാനും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. एनडीए सूरजगढ़ समुद्र से जुड़ी अर्थव्यवस्था को केवल पारंपरिक मछली पकड़ने तक सीमित नहीं है। सीवीड प्रोडक्शन जैसे क्षेत्र में भी नई संभावनाएं बनी। केरलम में एनडीए सरकार के सहयोग से सीवीड प्रोडक्शन क्लस्टर्स विकसित किए जा रहे हैं। इससे फिशरमैन समुदाय की महिलाओं और युवाओं को आय के नए अवसर मिलेंगे। സമുദ്രവുമായി ബന്ധപ്പെട്ട സമ്പദ് വ്യവസ്ഥ എന്നത് കേവലം പരമ്പരാഗതമായ മത്സ്യബന്ധനം മാത്രമായി പരിമിതപ്പെടുന്നില്ല. കടൽപ്പായൽ ഉൽപാദനം പോലെയുള്ള മേഖലകളിലും പുതിയ അവസരങ്ങൾ ഇന്ന് ഉണ്ടാകുന്നുണ്ട്. കേന്ദ്രത്തിലെ എൻഡിഎ സർക്കാരിന്റെ സഹായത്തോടെ കേരളത്തിലും കടൽപ്പായൽ ഉൽപാദന ക്ലസ്റ്ററുകൾ തുടങ്ങിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ വരുമാനം കിട്ടുന്നതിനുള്ള അവസരമാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. एनडीए सूरजगढ़ केरल में हमारी सरकार द्वारा आधुनिक फिश फार्मिंग सिस्टम को प्रमोट किया जा रहा है। तटीय क्षेत्रों तक योजनाओं का लाभ पहुंचाने के लिए सागर मित्र और मत्स्य सेवा केंद्र का नेटवर्क भी बनाया गया है। इसके साथ ही केरलम के तटों पर 40 से ज्यादा आर्टिफिशियल रीफ्स लगाने की मंजूरी दी गई है। इनसे समुद्र में मछलियों की संख्या बढ़ेगी और समुद्री संसाधन सस्टेनेबल तरीके से विकसित होंगे। പ്രിയപ്പെട്ടവരെ, നമ്മുടെ സർക്കാർ മുഖാന്തരം കേരളത്തിൽ ഇന്ന് ആധുനിക മത്സ്യബന്ധന രീതികളും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ പദ്ധതികളൊക്കെ നമ്മുടെ തീരദേശ മേഖലയിൽ എത്തിക്കുന്നതിനായി
സാഗർ മിത്ര, മത്സ്യസേവാ കേന്ദ്രം എന്നിവയുടെ ശൃംഖലകളും രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പമാണ് കേരള തീരത്ത് 40-ലധികം കൃത്രിമ പാരികൾ സ്ഥാപിക്കാനുള്ള അനുമതിയും നൽകിയത്. ഇതുമൂലം നമ്മുടെ മത്സ്യങ്ങളുടെ എണ്ണം കൂടുകയും ശാസ്ത്രീയമായ സമുദ്ര സംരക്ഷണം സാധ്യമാവുകയും ചെയ്യും. एनडीए सुहृदगढ़े, हमारा संकल्प है कि केरलम के हर परिवार के जीवन में समृद्धि आए, हमारे केरलम की अर्थव्यवस्था नई ऊंचाइयों तक पहुंचे। यही भावना विकसित भारत के निर्माण की भी आधारशिला है और यही भावना हमें विकसित केरलम की दिशा में आगे ले जाएगी. കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും സമൃദ്ധി നിറയ്ക്കുക എന്നതാണ് BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ പുതിയ ഉയരങ്ങളിൽ എത്തേണ്ടതായിട്ടുണ്ട്. ഈ സങ്കല്പമാണ് വികസിത ഭാരത നിർമ്മാണത്തിന്റെ അടിസ്ഥാനശില. ഈ രീതിയിലാണ് നാം വികസിത കേരളത്തിന്റെ ഗതി നിശ്ചയിക്കാൻ പോകുന്നത്. अंडे सुहृदगढ़े, मैं आज देख रहा हूं इतना अनुशासन और इतनी बड़ी तादाद में माताओं, बहनों, महिलाओं की हाजिरी, और मैं देख रहा हूं बाहर काफी लोग धूप में खड़े हैं. मुझे पता नहीं वो मुझे देख पाते होंगे, नहीं देख पाते होंगे, सुन पाते होंगे कि नहीं पाते होंगे, लेकिन इतनी तादाद में आपका आना, मैं समझता हूं आप किन सपनों को लेकर के जी रहे हैं, किन संकल्पों के लिए जी रहे हैं, और अखिल केरला धीवरा सभा के प्रयास, आपकी सेवा भावना और समाज को जोड़ने की परंपरा आज मैं अपनी आंखों के सामने देख रहा हूं. आने वाले वर्षों में भी ये भावना समाज को प्रेरित करती रहेगी. केरलम के विकास में अपना योगदान निरंतर बढ़ाती रहेगी. इसी विश्वास के साथ आप सबको आदरपूर्वक नमन करते हुए मैं अपनी वाणी को विराम देता हूं और आप सभी को बहुत बहुत शुभकामनाएं देता हूं. बहुत बहुत धन्यवाद. ഞാൻ കാണുകയാണ് ഈ സദസ്സിൽ ഇത്രയേറെ അച്ചടക്കത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ, അതിൽ അമ്മമാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കമുള്ള നൂറുകണക്കിന് മനുഷ്യർ ഇരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങ് അകലെ ഈ കത്തുന്ന ചൂടിലും നിരവധി ആൾക്കാർ അവിടെ നിൽക്കുകയാണ്. അവർക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ടോ, കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾ ഇത്രയേറെ സംഖ്യയിൽ ഇവിടെ വന്നത് നിങ്ങൾക്ക് വലിയ ഒരു സ്വപ്നമുള്ളത് കൊണ്ടാണ്. അഖില കേരള ധീവര സഭയുടെ ഈ പ്രയത്നം, നിങ്ങളുടെ സേവന മനോഭാവം, സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന പാരമ്പര്യം, ഇവയൊക്കെ വരും നാളുകളിലും നമ്മുടെ സമൂഹത്തിന് പ്രേരണയായി നിലകൊള്ളുമെന്ന കാര്യം ഉറപ്പാണ്. കേരളത്തിന്റെ വികസനത്തിൽ നിങ്ങളുടെ സംഭാവന കൂടിക്കൂടി വരുമെന്ന കാര്യവും ഉറപ്പാണ്. ഈ വിശ്വാസത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. വന്ദേ മാതരം. मेरे साथ बोलिए भारत माता की, भारत माता की, वंदे 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 वंदे